കറി വെച്ചതിൻ്റെ ബാക്കി ചിക്കൻ ഇരിക്കുന്ന കണ്ടപ്പോൾ ഓർത്തെ അയ്യോ ഇത് എന്താ ചെയ്യാന്ന്. അപ്പോൾ ദാ ഒരു ഐഡിയ തോന്നി, നമുക്ക് കുറച്ച് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നോക്കുമ്പോൾ എന്താ കുറച്ച് വെജിറ്റബിൾസൊക്കെ വീട്ടിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് ഞാനൊരു പെട്ടെന്നൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കേട്ടോ. ആദ്യമായിട്ട് ബ്രൊക്കോളി ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ക്യാരറ്റും ക്യാപ്സിക്കും ഒനിയനും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ കൂടെ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ ക്യൂബ് ഉണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ, അങ്ങനെ ചിക്കൻ്റെ ക്യൂബ്, ചിക്കൻ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ക്യൂബിൻ്റെ ആവശ്യമില്ല. ഈ ചിക്കൻ കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ക്യൂബ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ എന്താ വെള്ളം അടുപ്പത്ത് പാത്രം വെച്ച് ചൂടായ വെള്ളത്തിലോട്ട് ചിക്കനും ഇട്ട് കൊടുത്തു. ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ തിളയ്ക്കാൻ അടുപ്പത്ത് വെച്ചിട്ടോ. സമയം കൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ ഈ ചിക്കൻ്റെ സൂപ്പിന് കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് ഞാൻ കോൺഫ്ലോർ ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂണിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിന്നതാ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ മുട്ടയാണ് ബീറ്റ് ചെയ്ത് വെക്കുന്നത്. മുട്ടയാണ് നമ്മുടെ ഈ ചിക്കൻ സൂപ്പിനകത്തൊക്കെ ഒരു വെള്ള പോലെ കിടക്കുന്ന കാണുന്നത് എഗ്ഗാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുട്ടയെടുത്തു, നന്നായിട്ട് അതും ബീറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഈ സമയമായപ്പോഴത്തേക്കിനും നമ്മുടെ അടുപ്പത്തുനിന്ന് നല്ല മണം വരും ഇതിൻ്റെ, ആ ചിക്കൻ വെന്തേൻ്റെ. അങ്ങനെ നമ്മുടെ ചിക്കൻ തിളച്ച് നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ ആ വെള്ളത്തിന് ചിക്കൻ മാത്രം ഞാൻ കോരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അടുത്തടുപ്പത്ത് പാൻ വെച്ചിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു കുറച്ചൊരു 2 മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അതാ ചിക്കൻ വെന്ത ചിക്കൻ്റെ വെള്ളത്തിനകത്തോട്ട് ഞാൻ ചിക്കൻ്റെ ഒരു ചെറിയൊരു ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം പുളി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വിനാഗിരി ആണെങ്കിലും ചേർത്താലും മതി. അപ്പോൾ ഒരു ജസ്റ്റ് പുളി കിട്ടും. പിന്നെ ഞാൻ കെച്ചപ്പ് ചേർത്തതിൻ്റെ കാരണം ചിലപ്പോൾ കുറച്ചൊരു റെഡ് കളറും കൂടെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ആ വെന്ത ചിക്കൻ കായം കൊണ്ട് പിച്ചി കുഞ്ഞു പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം, നമുക്ക് ഉപ്പോ കുറവുണ്ടോ നോക്കാം. കുരുമുളക് നമുക്ക് ഇച്ചിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞാൻ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഇട്ടിട്ട് പെട്ടെന്ന് ഞാൻ ഇളക്കി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കട്ടായിട്ട് പോകും കേട്ടോ. അപ്പം അങ്ങനെ അടി വെക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ട്, ഭയങ്കര പാടായിരുന്നു എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ അങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിക്കൻ സ്റ്റോക്കിന് ഓൾറെഡി ഉപ്പുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോഴോ വെജിറ്റബിൾസിനൊക്കെ ഉപ്പിട്ടാൽ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഉപ്പും ഇതും കൂടെ ബാലൻസ് ചെയ്യുന്നതൊക്കെ രീതിയിൽ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതിയായിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ്. ഓൾറെഡി ഞാൻ അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിന് 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് മിക്സ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ 4 പേർക്കുള്ള സൂപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ അത് മൊത്തം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കോൺഫ്ലോറിൻ്റെ ഇത് ചേർക്കാം കേട്ടോ. കാരണം കോൺഫ്ലോറിൻ്റെ ഒത്തിരി ആയെങ്കിൽ ഭയങ്കരമായിട്ടൊരു സെമി ലിക്വിഡ് പോലെ ആയിപ്പോവും നമ്മുടെ സൂപ്പ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള അങ്ങനത്തെ ഒരു സൂപ്പാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അത് ഫുള്ളും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇളക്കി അത് കട്ടിയാകുന്ന അത്ര എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ സൂപ്പ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, തിളച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ സെർവ് ചെയ്യുന്നുണ്ട് ഒരു ബൗളിൽ. നല്ല ചൂടോടെ കുടിക്കാനുണ്ട് കേട്ടോ. സൂപ്പ് എപ്പോഴും നല്ല ടേസ്റ്റ്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ എനിക്ക് വെന്ത് പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു മീഡിയം വേവാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ സൂപ്പ്. എല്ലാവരും ട്രൈ ചെയ്യുന്നു.